ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോൾ എന്താണ് കെ സുരേന്ദ്രൻ്റെ വാദം? ബി ജെ പിക്ക് അകത്ത് വിഭാഗീയ പ്രശ്നങ്ങളൊന്നുമില്ല, അതൊക്കെ മാധ്യമ സൃഷ്ടിയാണെന്നതാണ്. ഇന്നിപ്പോൾ വി മുരളീധരനും സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഒരു പ്രശ്നവുമില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് 3 പേരുടെ അസാന്നിധ്യമാണല്ലോ യഥാർത്ഥത്തിൽ കൊച്ചിയിൽ നടന്ന ഭാരവാഹി യോഗത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത്. അതായത് MT രമേശ് ഇല്ല, AN രാധാകൃഷ്ണൻ ഇല്ല, PK കൃഷ്ണദാസ് ഇല്ല. ബി ജെ പിയിൽ ഒരു സുരേന്ദ്രൻ വിരുദ്ധ കൃഷ്ണദാസ് പക്ഷമുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണെന്ന് താങ്കൾക്കറിയാം. ഇനി പാർട്ടിയിൽ അങ്ങനെ വിഭാഗീയത ഇല്ല. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കെ സുരേന്ദ്രൻ്റെ ടീമിനെതിരെ ഒരു വിമർശനമില്ല. അതൊക്കെ ഒരു മാധ്യമ സൃഷ്ടിയാണെങ്കിൽ ഈ പാർട്ടിയെ രക്ഷിക്കാൻ ഏറ്റവും അധികം രംഗത്തിറങ്ങേണ്ട ആൾക്കാരല്ലേ MT രമേശും PK കൃഷ്ണദാസും AN രാധാകൃഷ്ണനും ഒക്കെ? അവർക്ക് ഒരു വാർത്താ സമ്മേളനം വിളിക്കുകയോ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുകയോ എന്തിനാണ് ഒരു മാധ്യമ പ്രവർത്തകനെ വിളിച്ചു പറഞ്ഞോ ഈ പ്രശ്നം അല്ലെങ്കിൽ ഈ അവ്യക്തത ദൂരീകരിക്കാവുന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ? എന്തുകൊണ്ടാണ് അവർ നിശബ്ദരായത്? എന്തുകൊണ്ടാണ് അവരുടെ അസാന്നിധ്യം ഇന്ന് യോഗത്തിലുണ്ടായത്? ഒരു കോർ കമ്മിറ്റി യോഗം വിളിച്ച് എന്താണ് പാലക്കാട്ട് സംഭവിച്ചതെന്ന കാര്യം ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഈ നേതാക്കൾക്കുണ്ടായിരുന്നു. അത് പരിഗണിക്കാതെ പോയതല്ലേ യഥാർത്ഥത്തിലുള്ള പ്രശ്നം? പിന്നെ ബി ജെ പിയിൽ പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? ശ്രീ ഷാബു പ്രസാദ്, ഒരു രാഷ്ട്രീയ സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല വ്യക്തികൾ ചേരുന്നതാണ്. പല പശ്ചാത്തലങ്ങളിൽ നിന്നും പല സംസ്കാരങ്ങളിൽ നിന്നും പല അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്നൊക്കെ വരുന്ന വ്യക്തികളാണ്. അവർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാകും. പാർട്ടി എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, അത് ഒരുപാട് വ്യക്തികൾ ചേരുന്നതാണത്. അപ്പോൾ അഭിപ്രായങ്ങളുള്ളിടത്ത് തീർച്ചയായും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും. അങ്ങനെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും യോജിപ്പുകളും വിയോജിപ്പുകളും എല്ലാം കൂടി ചേർന്ന് അത് ഡിസ്കസ് ചെയ്തിട്ടാണ് പാർട്ടി, ഏത് പാർട്ടിയും, അതായത് ഒരു കേഡർ, പ്രത്യേകിച്ചൊരു കേഡർ പാർട്ടി, ആ പാർട്ടിയുടെ തീരുമാനം, ആ പാർട്ടി തീരുമാനം എന്ന ആ ലെവലിലേക്ക് എത്തുന്നത്. ആ തീരുമാനം ചിലപ്പോൾ പിഴച്ചു പോയേക്കാം, അത് ശരിയാകാം, പിഴച്ചു പോകാം. പക്ഷേ ഡിസിഷൻ ഈസ് ഓൾവേസ് എ ഡിസിഷൻ. വൺസ് അവർ ആ ഡിസിഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പാർട്ടിയുടെ തീരുമാനമാണത്, ആ പ്രസ്ഥാനത്തിൻ്റെ തീരുമാനമാണ്. അത് ശരിയായാലും തെറ്റായാലും ശരി. ഇനിയും ഏതെങ്കിലും കാരണവശാൽ ആ തീരുമാനം പിഴച്ചുപോയി എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ആ തീരുമാനം തിരിച്ചടിച്ചു എന്നിരിക്കട്ടെ, അപ്പോൾ തീർച്ചയായും ഈ പറഞ്ഞതുപോലെ പാർട്ടിക്കുള്ളിലും അത് ചിലപ്പോൾ അതിൻ്റെ പുറത്തും ഒക്കെയായി അതിൻ്റേതായ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും ചില ഇമോഷണൽ ഔട്ട്ബസ്റ്റുകളുമൊക്കെ ഉണ്ടാകാം. അത് നമ്മുടെ ഇടയിൽ നമ്മളത് കാണാറുള്ള കാര്യമാണ്. അതിൻ്റെ അർത്ഥം ആ പാർട്ടി അമ്പായ ഒരു കുഴപ്പത്തിലായി പോയി, മുഴുവനും തകർന്നത്. ഷാബു പ്രസാദ്, ഞാൻ ഒന്ന് ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് സന്ദീപ് വാര്യർ പാർട്ടി വിട്ടു പോയപ്പോൾ കേരളത്തിന്റെ പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ അടക്കം പറഞ്ഞത് ഒന്നും സംഭവിക്കില്ല എന്നാണ്. അപ്പോൾ എന്തായാലും ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞതിന് സന്ദീപ് വാര്യർ ഒരു കാരണക്കാരനല്ല എന്ന് തന്നെയായിരിക്കുമല്ലോ പാർട്ടി ഏതായാലും ഇത് പറഞ്ഞ സ്ഥിതിക്ക് വിലയിരുത്താൻ പോകുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ മറ്റ് കാരണങ്ങൾ കണ്ടെത്തണം. അവിടെയാണ് നഗരസഭാധ്യക്ഷ പ്രമീള ശശിധരൻ്റെ പ്രധാനപ്പെട്ട ഗൗരവമുള്ളൊരു ആരോപണം നിലനിൽക്കുന്നത്. പ്രവർത്തകർ തന്നെ പറഞ്ഞത് ഇതേതാണ് സ്ഥാനാർത്ഥി, ഇങ്ങനൊരു സ്ഥാനാർത്ഥി നിർത്തിയുകൊണ്ട് കാര്യമുണ്ട്, വേറെ ആരും ഇല്ലേ സ്ഥാനാർത്ഥിയാക്കാൻ എന്ന് ചോദിച്ചു. ഞങ്ങളൊക്കെ നോട്ടയ്ക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ 1500 വോട്ടിൻ്റെ കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ 1500 നോട്ടയിലേക്ക് പോയിട്ടുണ്ട് എന്ന് അവർ സമർത്ഥിക്കുകയാണ്. അപ്പോൾ നഗരസഭാ പരിധിയിലുള്ള BJP വോട്ട് ഇടിയാനുള്ള കാരണം കൃഷ്ണകുമാറിനെ പോലൊരു സ്ഥാനാർത്ഥി ഉണ്ടായതെന്ന് BJPയുടെ ശക്തിദുർഗമായ നഗരസഭയിലെ അധ്യക്ഷ പ്രമീള ശശിധരൻ, അവർ സംസ്ഥാന സമിതി അംഗം കൂടിയാണ്, അവർക്ക് ആക്ഷേപമുണ്ട്. പിന്നെ മറ്റു നേതാക്കൾക്ക്, ഇപ്പോൾ ശിവരാജനെ പോലെയുള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിക്ഷിപ്ത താല്പര്യത്തോടുകൂടിയുള്ള ഇടപെടൽ ഈ പാലക്കാട്ട് BJPയെ കുഴിയിൽ കൊണ്ടുപോയി ചാടിച്ചു, അങ്ങനെയല്ലേ വിലയിരുത്തുക? ഗോപി, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇടപെടരുത്. എനിക്ക് നേരത്തെ ഇറങ്ങേണ്ടതുമാണ്. പറഞ്ഞത് പൂർത്തിയാക്കാൻ അനുവദിക്കുക. അങ്ങനെയുള്ള ഒരു ചില മിനിമം കർട്ടസിയെങ്കിലും കാണിക്കണമെന്നുണ്ട്. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു തുടങ്ങി. ശരി, അതൊന്ന് തുടരുക, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഈ കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്ന ആ ഫ്ലോ അങ്ങ് പോവുകയും ചെയ്തു. നിങ്ങളിങ്ങനെ ഈ ഇടപെട്ടതുകൊണ്ട്. അപ്പം ഇത് പിന്നെ പാലക്കാട് BJPക്ക് പ്രതീക്ഷിച്ച വോട്ട് നഗരസഭയിൽ കിട്ടിയില്ല. നഗരസഭയിൽ അതിൻ്റെ ഒരു പ്രധാന കാരണം എൻ്റെ ഒരു ഒബ്സർവേഷനാണ്, എൻ്റെ ഒരു വിലയിരുത്തലാണ്, മറ്റൊന്നുമല്ല പറയുന്നത്. 77% വോട്ടായിരുന്നു 2021 തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്തത്. ഇത്തവണ അത് 70% വോട്ടാണ്. 7% വോട്ടാണ് കുറഞ്ഞത്. ഈ കുറഞ്ഞ വോട്ട്, ഈ ചെയ്യാതെ പോയ വോട്ട് എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിലയിരുത്തുന്നു, അത് ബഹുഭൂരിപക്ഷവും BJPയുടെ വോട്ടാവാനാണ് സാധ്യത.
ആ വോട്ടുകൾ എന്തുകൊണ്ട് പോൾ ചെയ്യിക്കാൻ സാധിച്ചില്ല എന്നുള്ളതൊക്കെ BJP വിലയിരുത്തേണ്ടതാണത്. ഇവിടെ സെറ്റ് ബാക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്, അതിൻ്റെ അകത്ത് യാഥാർത്ഥ്യം തന്നെയാണത്. പിന്നെ ഈ 40,000 വോട്ട് ബേസ് വോട്ടിൻ്റെ കാര്യം നമ്മൾ ഇവിടെ പറഞ്ഞു, ബഹുമാനപ്പെട്ട ശ്രീജിത്ത് പറഞ്ഞു. 40,000 വോട്ടിൻ്റെ ആ ബേസ് വോട്ടിന് മുകളിലേക്ക് കിട്ടിയാൽ ഏത് പാർട്ടിയും അവരുടെ കേഡർ വോട്ട് കൊണ്ടല്ല വിജയിക്കുന്നത്. അവരുടെ കേഡർ വോട്ട് അവിടെ ഉണ്ടാകും. ആ കേഡർ വോട്ടല്ലാതെ നിഷ്പക്ഷ വോട്ടും പൊതുസമൂഹത്തിൽ നിന്ന് വരുന്ന വോട്ടുകളും കൂടെ ചേരുമ്പോഴാണ് അത് വിജയത്തിലേക്കും പരാജയത്തിലേക്കും ഒക്കെ നയിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇവിടെ പാർട്ടികൾ ഇത്രയും മാറി മാറി പല മണ്ഡലങ്ങളിലും മാറി മാറി ജയിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈ കേരളത്തിൽ ഇത്രയും കാലം ഈ 2021 ഒഴിച്ച് മാറി മാറി സർക്കാരുകൾ അധികാരത്തിൽ വന്നത്. എന്തുകൊണ്ടാണ്? പൊതുസമൂഹത്തിൽ നിന്നുള്ള നിഷ്പക്ഷ വോട്ടുകളിലാണ് ആ ജയ പരാജയങ്ങൾ തീരുമാനിക്കുന്നത്. ഈ ബഹുമാനപ്പെട്ട ശ്രീധരൻ സാർ നിന്ന സമയത്ത് അങ്ങനെയുള്ള പൊതുസമൂഹത്തിൽ നിന്ന് ഒരുപാട് വോട്ടുകൾ BJPക്ക് കിട്ടിയിട്ടുണ്ട്, സംശയമൊന്നുമില്ലാത്ത കാര്യമാണത്. അത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടിയില്ല, അതും ഒരു സത്യമാണത്. അപ്പോൾ ഏത് സ്ഥാനാർത്ഥി നിന്നാലും ആ രീതിയിൽ പൊതുസമൂഹത്തിൽ നിന്ന് വോട്ടുകൾ ലഭിക്കുന്ന രീതി, ആ ഒരവസ്ഥയിലേക്ക് BJP ഇനിയും അവിടെ വളരാനുണ്ട്. അത് BJP ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതിൻ്റെ അകത്ത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണിത്. ഇവിടെ എല്ലാം ഭദ്രമാണ്, എല്ലാം പെർഫെക്റ്റാണ്. മറ്റെന്തോ ഞങ്ങൾക്ക് അറിയാൻ വയ്യാത്ത എന്തോ അജ്ഞാതമായ കാരണം കൊണ്ടാണ് ഇത് തോറ്റത്, ഇതൊന്നുമല്ല അതിൻ്റെ യാഥാർത്ഥ്യം. അത് അങ്ങനെ BJP കരുതുന്നുമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ കെ സുരേന്ദ്രൻ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞല്ലോ, ഇത് കൂട്ടായ തീരുമാനങ്ങളാണ് BJPയിൽ എടുക്കുന്നത്. പക്ഷേ ആ ടീമിനെ നയിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എനിക്ക് അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. ഞാനതിൻ്റെ ഓഡിറ്റ് ചെയ്യപ്പെടണം. അത് എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് സംഘടന തീരുമാനിക്കുന്ന നടപടികൾക്ക് വിധേയനാകാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഇതിൽ കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി ഒരു സംസ്ഥാന പ്രസിഡന്റിന് പറയാൻ കഴിയില്ല. പിന്നെ ഈ പലപ്പോഴും സുരേന്ദ്രൻ ഇമോഷണലായിട്ട് പ്രതികരിക്കാറുണ്ട്, വളരെ ഇമോഷണലായിട്ട് അദ്ദേഹം പ്രതികരിക്കാറുണ്ട്. അങ്ങനെയുള്ള പ്രതികരണങ്ങളെ ഒരു പൊതു പ്രതികരണങ്ങളായിട്ടോ അങ്ങനൊരു സംസ്ഥാന പ്രസിഡന്റ് പ്രതികരിക്കാൻ പാടുണ്ടോ? ഒരു രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അങ്ങനെ അല്ലല്ലോ പ്രതികരിക്കേണ്ടത്, ഇങ്ങനെയാണല്ലോ പ്രതികരിക്കേണ്ടത്. ആഫ്റ്റർ ഓൾ ഇവരൊക്കെ മനുഷ്യരാണ് ഗോപി. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ പ്രതികരിച്ചു എന്ന് വരും. പക്ഷേ ഇത് എൻഡ് ഓഫ് ദ വേൾഡാണ്. BJP ഇവിടെ തകർന്നു തീർന്നു കഴിഞ്ഞു എന്നൊക്കെയുള്ള വിലയിരുത്തലിലേക്ക് പോകുന്നതിൻ്റെ അകത്ത് എന്ത് കാര്യമുണ്ടെന്നുള്ളത് എനിക്കെന്തോ. ശരി സാർ, ഞാൻ വരാം. എനിക്ക് അതിനിടയിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ താങ്കളോട് ഒരു കാര്യം കൂടി പറയൂ. ഒറ്റ കാര്യം കൂടി, എനിക്ക് നേരത്തെ ഇറങ്ങേണ്ടതാണ്. ഒരു കാര്യം കൂടി, ഇനിയിപ്പം ഇവിടെ കൃഷ്ണകുമാർ അല്ല, ഇനി ഇപ്പോൾ ഇത് തീരുമാനിക്കുന്ന ആരായിരിക്കണം സ്ഥാനാർത്ഥി എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയുള്ളവരായിരുന്നെങ്കിലും, ഇപ്പോൾ ശോഭാ സുരേന്ദ്രനായിക്കോട്ടെ അല്ലെങ്കിൽ സന്ദീപ് വാര്യരായിക്കോട്ടെ, ഇവരാരെങ്കിലും ആയിരുന്നു സ്ഥാനാർത്ഥി എങ്കിലും പാലക്കാട്ടെ ഫലം മറിച്ചാകുമായിരുന്നു, ഇത് വ്യത്യസ്തമാകുമായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അവിടെ ശ്രീധരൻ സാറിന് കിട്ടിയ ആ പൊതുസമൂഹത്തിലെ സ്വീകാര്യത എന്തായാലും ഒരു പറഞ്ഞ പോലെ 100% സംഘ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു സ്ഥാനാർത്ഥിക്ക്, അത് ശോഭയായാലും ശരി സന്ദീപ് വാര്യരായാലും ശരി ആരായാലും ശരി, അങ്ങനെയുള്ളവർക്ക് കിട്ടുമായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. ശരി സാർ, സാറിന് അങ്ങനെ കരുതാതിരിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ കണക്കുകൾ അങ്ങനെയല്ല സാർ. കണക്കുകൾ അങ്ങനെയല്ല. 2016 11% വർധനവാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. ശ്രീ ഷാബു പ്രസാദ്, 18% വോട്ടുണ്ടായിരുന്ന BJPക്ക് അത് 29% ഉയർത്തിയത് ശോഭാ സുരേന്ദ്രനാണ്. ആ 29% നിന്നാണ് ഈ ശ്രീധരനെ പോലെ താങ്കൾ പറഞ്ഞതുപോലെ സർവ്വസമ്മതനായ രാഷ്ട്രീയേതര വോട്ടുകൾ സ്വാധീനിക്കാൻ പ്രാപ്തിയുള്ള ഈ ശ്രീധരൻ നിന്നപ്പോൾ അത് 35 മാറിയത്. പക്ഷേ ഇവിടെ കൃഷ്ണകുമാർ പിടിച്ചത് 28% വോട്ടാണ്. 2016 ശോഭാ സുരേന്ദ്രന് കിട്ടിയ വോട്ടുകളേക്കാൾ കുറവ് എന്ന് മാത്രമല്ല, നഗരസഭയിൽ 6239 വോട്ടിൻ്റെ ലീഡ് ഉണ്ടായിരുന്ന സമയത്ത് അത് 497 കുറഞ്ഞു. BJPയുടെ സംസ്ഥാന നേതൃത്വം വളരെ ഗൗരവത്തോടുകൂടി ആത്മപരിശോധന നടത്തേണ്ടുന്ന വലിയ വോട്ട് ചോർച്ചയാണ് BJPക്ക് ഉണ്ടായതെന്ന് കണക്കുകൾ കാണിക്കുന്നുണ്ട്. ശ്രീ ഷാബു പ്രസാദ് സാർ, ഞാൻ ഇടയ്ക്ക് തടസ്സപ്പെടുത്താതിരുന്നത് താങ്കളുടെ ഫ്ലോ പോകണ്ട എന്ന് കരുതി മാത്രമാണ്.